എങ്കിൽ നമുക്കറിയാം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തൊരു അപ്വേർഡ് ഓപ്പണിംഗ് പാരബോള ആയിരിക്കും. പിന്നെ എ ലെസ് ദാൻ 0 ആണെങ്കിൽ ഡൗൺവേർഡ് ഓപ്പണിംഗ് പാരബോള ആയിരിക്കും. പിന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതിനാണ് സിമെട്രിക് ആവുന്നത്? -b/2a ഒക്കെ ആയിരിക്കും. ആ പറഞ്ഞ എക്സ് കോർഡിനേറ്റിലായിരിക്കും എപ്പോഴും സിമെട്രിക് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കോർഡിനേറ്റിന് ഇപ്പുറം സെയിം സാധനം, അതേപോലെ ഇപ്പുറം ഒരേ രീതിയിലുള്ള. സോ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടെക്സ് എന്താണ്? കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഈ തറ്റത്തുള്ള പോയിന്റ്, ആ ഒരു ടേണിംഗ് പോയിന്റ്, അതിൻ്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ. സോ -2/2a -d/4a അതായിരിക്കും ആ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടെക്സ്. പിന്നെ x² വെർട്ടെക്സ് ഓഫ് ദി പാരാബോള ഇസ്. ഓക്കെ, വെർട്ടെക്സ് കണ്ടെത്താനാണ് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ആണെങ്കിൽ -d/4 ചെയ്യാം, അല്ലെങ്കിൽ ഈ 2 എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് കൊടുത്താൽ മതി, അതാണല്ലോ വൈ. സോ 2 കൊടുത്താൽ 4 - 8 + 5 ഇപ്പോൾ എത്ര കിട്ടും? -3 1. ഓക്കെ, 1 കിട്ടി. ശരി, ദ ഇക്വേഷൻസ് ഹാസ് റൂട്ട്സ്. ഈ പറഞ്ഞ ഇക്വേഷൻ ആൽഫ ബീറ്റ റൂട്ട്സ് ഉണ്ട്. ദെൻ ദ ഇക്വേഷൻ വിത്ത് 2α 2β എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യേണ്ടത്? ജസ്റ്റ് ആ ഇക്വേഷൻ 2β എന്നല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? y = 2x എന്ന് വിളിക്കും. സോ x = y/2 എന്ന് വരും സ്വാഭാവികമായിട്ട്. എന്നിട്ടോ ഈ y/2 നേരെ അവിടെ കൊടുക്കും. എന്താ വരിക? y²/4 പ്ലസ് ആണോ? അല്ല, ജസ്റ്റ് അവിടെ കൊടുക്കുക. അവിടെ കൊടുക്കുന്ന ഇക്വേഷൻ ഉണ്ടാവില്ല, അത് y-ൻ്റെ ടേംസിൽ ഉണ്ടാവും, അത് എക്സിലേക്ക് മാറ്റിയാൽ ഉത്തരവും. അത്രേ ഉള്ളൂ. റേഞ്ച് ഓഫ് y = ax² + bx + c. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് എവിടെ നിന്നാണ്? ഒന്നാമത്തെ കാര്യം a > 0 ആകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ അപ്വേർഡ് പാരബോള ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും മിനിമം വാല്യൂ. സോ നമുക്ക് പറഞ്ഞാൽ -d/4a മുതൽ ഇൻഫിനിറ്റി വരെ. ഇനി ഡൗൺവേർഡ് പാരബോള ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ -d/4 അത് മാക്സിമം വാല്യൂ ആയിരിക്കും. സോ -ഇൻഫിനിറ്റി മുതൽ -d/4a വരെ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഗ്രാഫ് ഓഫ് y = ax² + bx ഇൻ്റർസെക്ട്സ് അറ്റ് ദി പോയിന്റ് ദാറ്റ് ഈസ് = c, 0 എന്ന് പറഞ്ഞ പോയിന്റ്. സോറി, ഇൻ്റർസെക്ട് y ആക്സസ് അല്ലേ, അപ്പോൾ y ആക്സസിൽ 0, c എന്ന രീതിയിൽ. ഇൻ്റർസെക്ട്സ് x ആക്സസ് എവിടെയാണ്? x ആക്സസ് ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആ പറഞ്ഞ എക്സിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് പറയാം റൂട്ട്സ് എന്ന് പറയാം. ഓക്കെ, a > 0 അറ്റ്ലീസ്റ്റ് എന്താണ്? ഇതൊക്കെ വളരെ സിമ്പിളാണ്, വെറുതെ വേസ്റ്റ് ആക്കുന്ന സമയമില്ല. ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഗ്രാഫ് വന്നിട്ടുണ്ട്. y ഇവിടെ a എന്ന് പറയുന്നത് അപ്വേർഡ് പാരബോളയാണ്. a ദാറ്റ് ഈസ് > 0. ഇനി എന്താണ് സിയുടെ വാല്യൂ ജസ്റ്റ് എക്സ് y ഇൻ്റർസെപ്റ്റ്, അത് നെഗറ്റീവ് അല്ല, താഴോട്ടേക്കല്ല. സോ c നെഗറ്റീവാണ്. ഡിയുടെ വാല്യൂ ഇവിടെ ഓൾറെഡി റിയൽ റൂട്ട്സ് ഉള്ളതുകൊണ്ട് d ഈസ് ഓൾവേസ് > 0 ബിക്കോസ് ഇറ്റ് ഹാസ് റിയൽ റൂട്ട്സ്. ഇനി ബിയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? -b/2a. അതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. സോ ദാറ്റ് ഈസ് > 0. സോ -b ദാറ്റ് ഈസ് a പോസിറ്റീവ് ആയതുകൊണ്ട് ഇറ്റ്സ് 0. ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ആ ഒരു ഇനിക്വാളിറ്റി ചേഞ്ച് ആവുന്നില്ല. അപ്പം b ദാറ്റ് ഈസ് <0 എന്ന രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇക്വേഷൻസ് വിത്ത് ഇത് കണ്ടെത്തണമെങ്കിൽ ഈ റിപ്ലേസ്ഡ് ബൈ എക്സിന് എന്ത് റിപ്ലേസ് ചെയ്യണം? ജസ്റ്റ് ഇങ്ങനെ y = x - 1 / x + 1. എന്നിട്ട് ആ ഫംഗ്ഷൻ ഈ പറഞ്ഞ ഇക്വേഷനിലിടുക. എന്നിട്ട് ആ y-ൻ്റെ ആ ഒരു ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കുറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഈ പറഞ്ഞ ആംഗിളാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും -30° മുതൽ -15° വരെയാണ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ? ഫോർത്ത് ക്വാഡ്രൻ്റ്. അപ്പോൾ ഫോർത്ത് ക്വാഡ്രൻ്റിൽ എന്താ? ടാൻ്റെയും സീക്കിൻ്റെയും അല്ല ASTC എന്നല്ലേ ഓൾ സ്റ്റുഡൻസ് ടേക്ക് ഓഫ്. ദാറ്റ് മീൻസ് കോസും സീക്കും എന്താണ്? പോസിറ്റീവ് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കാം. ടാൻ ആണെങ്കിൽ നെഗറ്റീവ്. സോ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം അത് മാത്രമല്ല ആൽഫ 1 + β2 ആണ് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ റൂട്ട്സ് കണ്ടെത്തുക. റൂട്ട്സ് എങ്ങനെ കണ്ടെത്തുക? സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടെത്തുന്ന പോലെ തന്നെ 2sec θ ± √b² ദാറ്റ് ഈസ് 4sec² θ -4 ഓക്കെ /2. ഓക്കെ, സോ 2sec θ ± ഇവിടുന്ന് 4 കോമൺ, അപ്പോൾ 2 വരും. പിന്നെ എന്താണ്? sec² θ -1 ദാറ്റ് ഈസ് tan² θ ഇൻറ്റു tan. ആൻഡ് വി നോ ദാറ്റ് sec θ ഈസ് പോസിറ്റീവ്. സോ ആ ഒരു റൂട്ട് മോഡുലസ് പുറത്തോട്ടേക്ക് വരുമ്പോൾ വി ഗെറ്റ് tan θ. ഓക്കെ, /2 ഉണ്ട്. ഈ 2 ക്യാൻസൽ. അപ്പോൾ sec θ ± tan θ എന്ന് പറയുന്നുണ്ട്. ശരി, ഇതിൽ ഏതെങ്കിലും sec θ - tan θ ആയാലും sec θ + θ ആവാം നമ്മുടെ ഒന്നാമത്തെ ആൽഫ 1 β1 എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട്സ്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ആൽഫ 1 ദാറ്റ് ഈസ് β1 എന്നാണ് പറയുന്നത്. അപ്പോൾ ആൽഫ 1 β1. ഇയാൾ എന്തായാലും പോസിറ്റീവ് എന്നുള്ള കാര്യം അറിയാം. ഇയാളാണെങ്കിലോ ഇയാൾ നെഗറ്റീവ് എന്നുള്ള കാര്യം അറിയാം. അപ്പം ഇയാൾ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ വാല്യൂ ആൽഫ 1 ഷുഡ് ബി β1 അല്ലേ? അപ്പോൾ നമുക്കിവിടെ രണ്ട് റൂട്ട്സ് ഉണ്ട്, +1 - റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ഇവിടെയും മൈനസ്, അപ്പോൾ പ്ലസ് ആവും.
അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ആണ് ഏറ്റവും വലിയ റൂട്ട് എന്ന് പറയാൻ പറ്റും. കാരണം ഇയാൾ നെഗറ്റീവ്, അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് പ്ലസ് ആയി വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ഇയാളാണ് ആൽഫ 1. ഇനി ബീറ്റ 1 ആണെങ്കിലോ, ഇനി അടുത്തത് ഈ പറഞ്ഞ ഇക്വേഷൻ അത് സോൾവ് ചെയ്യണം. ആൽഫ 1 കിട്ടി, ഓക്കെ. ഇനി ബീറ്റ 2 കിട്ടണം. ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇക്വേഷൻ സോൾവ് ചെയ്യണം, വീണ്ടും അതേ പരിപാടി ചെയ്യാം. ദാറ്റ് ഈസ് -2 ടാൻ തീറ്റ പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4 ടാൻ സ്ക്വയർ തീറ്റ മൈനസ് +4/2 -2 ടാൻ തീറ്റ പ്ലസ് ഓർ മൈനസ് 4 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ അത് 2 പുറത്തോട്ടേക്ക് വരും. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അതായത് സീക്ക് സ്ക്വയർ തീറ്റ ആൻഡ് പുറത്തോട്ടേക്ക് റൂട്ട് ക്യാൻസൽ ആകുമ്പോൾ സീക്ക് തീറ്റ /2 വരും. 2 ക്യാൻസൽ ആവും ആൻഡ് ഇറ്റ് ഈസ് -2 ക്യാൻസൽ ആയില്ലേ. അപ്പം മൈനസ് ടാൻ തീറ്റ പ്ലസ് ഓർ മൈനസ് സീക്ക് തീറ്റ എന്ന രീതിയിൽ. ഇനി ടാൻ തീറ്റ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി സീക്ക് തീറ്റ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് വെച്ചാൽ ചെറിയ വാല്യൂ ആൽഫ 2 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബീറ്റ 2 എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ബീറ്റ 2 ചെറുതാണ് ആൽഫ 2നേക്കാളും. ബീറ്റ 2 ഈസ് ലെസ് ദാൻ ആൽഫ 2. കാരണം നമുക്ക് ബീറ്റ 2യുടെ വാല്യൂ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതായിരിക്കും ബീറ്റ 2? ഇവിടെ പ്ലസും മൈനസും എന്ന് പറഞ്ഞാൽ 2 റൂട്ട്സ് ആണ്. അതിൻ്റെ അകത്ത് ഏതാ ബീറ്റ 2 എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. അപ്പോൾ ചെറുത് എന്ന് പറഞ്ഞാൽ ഇയാൾ നെഗറ്റീവ് ആണ്, അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാൾ പോസിറ്റീവ് ആണ്, അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് പറയാൻ പറ്റും മൈനസ് ടാൻ തീറ്റ മൈനസ് സീക്ക് തീറ്റയാണ് ഇവിടെ ചെറിയ റൂട്ട് എന്ന് പറയാൻ പറ്റും, ഓക്കെ. അതുകൊണ്ട് ഇയാളാണ് എന്ത് പറയാൻ പറ്റും ബീറ്റ 2. ഇനി ഇവർ രണ്ടുപേരും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്താ കിട്ടുക? സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ പ്ലസ് മൈനസ് ടാൻ തീറ്റ മൈനസ് സീക്ക് തീറ്റ എന്ന രീതി കിട്ടും. സീക്ക് തീറ്റ ക്യാൻസൽ -2 ടാൻ തീറ്റ എന്ന ഉത്തരം കിട്ടും. അതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ x⁸8 പിന്നെന്താ -24x⁴7 -18x⁵5 പ്ലസ് 39x² =-155 ഇങ്ങനെ എഴുതാം. ആ ഒരു മൈനസ് അങ്ങോട്ടേ, കാരണം ഇവിടെ എല്ലാം എക്സ് ഉള്ളതുകൊണ്ട് എനിക്കൊരു എക്സിന് കോമൺ എടുക്കാൻ പറ്റും. ഇവിടെ ഇൻ്റഗ്രൽ റൂട്ട്സ് ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യും. ഇതിന് പ്രൈം ഫാക്ടറൈസ് എന്ന് പറഞ്ഞാൽ 155നെ എന്ത് ചെയ്യും 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ നോക്കും നമ്മൾ ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്ത രീതിയിൽ മാറ്റിയിട്ടുണ്ട് അല്ലേ. ഫാക്ടറൈസ് ചെയ്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 155നെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ഇവിടെ -5 × 11 × 7 × 3 എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. ശരി, ഇവിടെ അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫാക്ടറൈസ് ചെയ്ത് ഞാൻ ഇവിടെ x² കോമൺ എടുത്തപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വേണ്ടതാണ്, പക്ഷേ ഒന്നും കാണുന്നില്ല. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇവിടെ 1² മാത്രമായിരിക്കും പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഞാൻ പറയും x = 1 എന്ന് പറയും. സോ x = +or-1 എന്ന് കിട്ടും. +or-1 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അതുകൊണ്ട് എക്സിന് ഒരു ഇൻ്റഗ്രൽ ആയിട്ട് 0 റൂട്ട്സ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആക്ച്വലി റൂട്ട്സ് ഉണ്ട്, പക്ഷേ ഇൻ്റഗ്രൽ റൂട്ട്സ് ഇല്ലാന്നേ ഉള്ളൂ. അനാലിസിസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നോക്കാം. നമുക്കറിയാം a > 0 ആണ് അപ്വേർഡ് ആണ്, a < 0 ആണ് ഡൗൺവേർഡ് പാരബോളാണ്, വെർട്ടെക്സ് ഒക്കെ കണ്ടെത്താൻ അറിയാം. അപ്പോൾ ഗ്രാഫ് ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വേഴ്സസ് d നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ഡിസ്ക്രിമിനന്റ് > 0 നമുക്കറിയാം റിയൽ റൂട്ട്സ് ഉണ്ടാവും. അത് എന്തുകൊണ്ട് റിയൽ റൂട്ട്സ്? അത് മാത്രമല്ല ഈ d > 0 ആണെങ്കിൽ 2 കേസ് ഉണ്ട്. ഒന്ന് നമ്മുടെ a > 0 ആവണം. അപ്പോൾ a > 0 ആണ് അപ്വേർഡ് പാരബോളയാണ്. അപ്വേർഡ് പാരബോള ഇങ്ങനെ വരക്കാം. ശരി, പിന്നെ നമ്മൾ ഡൗട്ട് ഉണ്ടാവും എന്താണ് നമ്മുടെ വെർട്ടെക്സിൻ്റെ ആ ഒരു ലൈൻ അതെവിടെ ഉണ്ടാവുന്നത് അല്ലേ. -d/4a എവിടെ ഉണ്ടാവുന്നത്? d > 0 ആണ്, ഓക്കെ. a > 0 ആണ്, അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് നമ്മുടെ വെർട്ടെക്സിൻ്റെ ആ ഒരു പോയിന്റ് നെഗറ്റീവ് താഴോട്ടേക്ക് ആയിരിക്കും, y-axis താഴോട്ടേക്ക്. അപ്പോൾ അവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ കേസ് 2 d > 0 തന്നെ, പക്ഷേ കേസ് 2ൻ്റെ ഉള്ളിൽ സബ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a < 0. a നെഗറ്റീവ് ആണ്. അപ്പോൾ a നെഗറ്റീവ് ആണെങ്കിൽ ശരി നമുക്ക് -d/4a. ഇയാൾ പോസിറ്റീവ്, ഇയാൾ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ക്യാൻസൽ ആയി പോസിറ്റീവ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ വെർട്ടെക്സ് മോളോട്ടേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മോളോട്ടേക്ക് പിന്നെ ഡൗൺവേർഡ് പാരബോള ബിക്കോസ് a < 0 എന്നുള്ള രീതിയിൽ കിട്ടും. ശരി, ഇനി അടുത്ത രണ്ടാമത്തെ കേസാണ് കേസ് 2. ഇതാണ് മെയിൻ കേസ്. ബാക്കി കേസ് ഇവിടെയൊക്കെ നമുക്കറിയാം റിയൽ സൊല്യൂഷൻ ഉണ്ടാവും, കാരണം d > 0 ആണ്. ഇവിടെ റിയൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. d < 0 ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ a > 0 ആകുമ്പോൾ a > 0 നമുക്കറിയാം -d/4a. ഇയാൾ നെഗറ്റീവാണ്, അപ്പോൾ ഈ നെഗറ്റീവ് അങ്ങോട്ട് ക്യാൻസലായി. ഇയാളും നെഗറ്റീവ് ആണോ? ഇയാൾ ഇപ്പം പോസിറ്റീവ് എടുത്തില്ല, അപ്പോൾ ടോട്ടൽ പോസിറ്റീവ് ആണുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും പോസിറ്റീവിലാണ് നമ്മുടെ ഈ പറഞ്ഞ വെർട്ടെക്സ് ഉണ്ടാവുക. പോരായിട്ട് ഇത് അപ്വേർഡ് പാരബോളയാണ്. പിന്നെ d < 0 ദാറ്റ് മീൻസ് നോ സൊല്യൂഷൻ ഓൺ ദി x-axis അല്ലെങ്കിൽ നോ കട്ടിങ് ഓൺ ദി x-axis. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, x-axis താഴെ x-axis തട്ടാണ്ട് തന്നെ മുകളിലോട്ടേക്ക് ഇങ്ങനെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെയുള്ള എല്ലാ y കോർഡിനേറ്റ്സും പോസിറ്റീവാണ്. അതുകൊണ്ട് ആണ് d < 0 a > 0 ഏതെങ്കിലും ക്വാഡ്രാറ്റിക് ഉണ്ടെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഓൾവേസ് > 0 എന്ന് നമ്മൾ പറയുന്നത്. ഫൈൻ. ഇനി കേസ് 2 എന്ന് പറഞ്ഞാൽ d < 0 കേസ് 2 ദാറ്റ് ഈസ് a < 0. a < 0 ആണെങ്കിൽ ചിന്തിച്ച് നോക്ക് -d/4a
ഡി നെഗറ്റീവാണ്, അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ പോസിറ്റീവായി. പിന്നെ എ നെഗറ്റീവാണ്. ടോട്ടലായി ഡി ചങ്ങായി നെഗറ്റീവിലാണുള്ളത്. എന്ത് നമ്മുടെ വെർട്ടെക്സിൻ്റെ ആ ഒരു y കോർഡിനേറ്റ് അല്ലേ. അപ്പം അതിങ്ങനെ ഉണ്ടാവും ബിക്കോസ് ഇറ്റ്സ് ഡൗൺവേർഡ് പാരബോള. ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ ഓക്കെ ഇവിടെ ഒരിക്കലും y ആക്സിൽ കട്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ല ഇത് ഓൾവേസ് നെഗറ്റീവാണ്. ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ വാല്യൂ ഓൾവേസ് നെഗറ്റീവ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വാല്യൂ ഓൾവേസ് നെഗറ്റീവ്. സോ വി കുഡ് സേ ദാറ്റ് ഇഫ് ഡി ലെസ് ദാൻ 0 ആൻഡ് എ ഓൾസോ ലെസ് ദാൻ 0 ദാറ്റ് മീൻസ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓൾവേസ് ഹാസ് എ വാല്യൂ ദാറ്റ് ഈസ് ലെസ് ദാൻ 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതതിൻ്റെ നിച്ചോടായിട്ടാണ് കംപ്ലീറ്റ് സർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡിക്ക് എന്താവാം, ഡിക്ക് 0 ആയിക്കൂടെ. ഡിക്ക് 0 ആകുമ്പോൾ എന്താണ് പരിപാടി എന്നുള്ള കാര്യം നോക്കാം. ഡിക്ക് 0 ആണെങ്കിൽ ഒന്നാമത്തെ എ ഗ്രേറ്റർ ദാൻ 0. എ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ ജസ്റ്റ് -d/4a. ഡി 0 അല്ല, അപ്പോൾ കംപ്ലീറ്റ് ഇക്വേഷൻ 0 ആയി. ദാറ്റ് മീൻസ് നമ്മുടെ y കോർഡിനേറ്റ് ആ ഒരു ടേണിംഗ് പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് ഒന്നാമത് എ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ആ ഒരു d0 ആയതുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് പോകും, ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോകും. കണ്ട, അപ്പം നോക്കി നോക്ക്, എക്സ് ആക്സിസിൽ തട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ എ ലെസ് ദാൻ 0 ആണെങ്കിൽ സിമിലർലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ പോകും. ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ആ ടച്ച് ചെയ്തിട്ട് അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഗോൾഡൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഗോൾഡൻ പോയിന്റ് ആണ്. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം പോലും. ഓക്കെ, അപ്പോൾ 0 ആവാം, ശരി, കുഴപ്പമില്ല. 0 ആവുന്നുണ്ട് മീൻസ് റൂട്ട്സ് ഉണ്ട്, ഒരു റൂട്ട് ആവാം എന്നുള്ള രീതിയിൽ. ഒരു റൂട്ട് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡി മേ ബി 0 ആവാം, ശരി. ഇനി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡി ലെസ് ദാൻ 0 എന്നുള്ള കേസിലാണല്ലേ എപ്പോഴും 0 എന്നുള്ള കേസ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നാമത് റൂട്ട്സ് ഇല്ലാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോരായിട്ട് എ ഗ്രേറ്റർ ദാൻ 0 കൂടി വേണം അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെ കണ്ടീഷനാണെന്ന്. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ് പോസിറ്റീവ് വരും. അതുമാത്രമല്ല ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ മാത്രമാണ് റൂട്ട്സ് ഇല്ലാണ്ട് നിൽക്കുള്ളൂ. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് y ആക്സിസിൽ കളിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എ ഗ്രേറ്റർ ദാൻ 0 ആണും അതേപോലെ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുമെന്ന് പറയാൻ പറ്റും. കറക്റ്റ് അല്ലേ. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ y ആക്സിസിന് പോസിറ്റീവിലേക്ക് പോകും. ഓക്കെ, ബിക്കോസ് അപ്പോഴ് പറയാൻ. പിന്നെ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ സൊല്യൂഷൻ ഇല്ലാണ്ട് നിൽക്കും, എക്സ് ആക്സിസിൻ്റെ താഴോട്ടേക്ക് പോകത്തില്ല. ഓക്കെ, പിന്നെ ഈക്വൽ ടു 0 ആണെങ്കിൽ ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവും, അതും ഇവിടെ ഓൾറെഡി ഈക്വൽ ടു കൊടുത്തിന്. ഇനി ഇവിടെ ആണെങ്കിലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എപ്പോഴും ലെസ് ദാൻ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാവും, ബിക്കോസ് ഡൗൺവേർഡ് പാരബോളയിൽ ആ രീതിയിൽ വരുന്നത്. പിന്നെ ഡി ക്യാൻ ബി 0, കാരണം ഒരു സൊല്യൂഷൻ, കാരണം ഇത് 0 ആവാം. ഡി 0 ആയി കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടും, കാരണം എക്സ് ആക്സിസ് ആയിട്ട് ഒരു പ്രൈസും തട്ടും. ഫൈൻ. പിന്നെ അത് മേ ബി ഡി ലെസ് ദാൻ 0 ആവാം, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. സോ ഡി ലെസ് ദാൻ 0 ആവാം. സോ നമുക്ക് എ ലെസ് ദാൻ 0ഉം ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന കേസാണ് ഇങ്ങനെ രീതിയിലുള്ള ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഓക്കെ, പിന്നെ ഗോൾഡൻ പോയിന്റ് എന്നാൽ ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ പോളിനോമിയൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് ജസ്റ്റ് ഒന്ന് എക്സ് ആക്സിന് തട്ടിയിട്ടേ പോകത്തുള്ളൂ എന്നുള്ള കാര്യം. ഇനി ഇത് നമ്മൾ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആ ഒരു അപ്രോച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ a² + bx + c എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ f(1) എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് a + b + c കിട്ടി. ഓക്കെ, അതെന്താണെന്ന് പെട്ടെന്ന് ശരിയായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇത് f(1) കൊടുത്താണ്, ഈ പറഞ്ഞ ഇക്വേഷനിൽ 1 കൊടുത്തപ്പോൾ കിട്ടിയ സാധനമാണെന്ന് മനസ്സിലാവണം. അതേപോലെ f(2) പെട്ടെന്ന് നമുക്ക് 4a + 2b + c എന്താണെന്ന് ചോദിച്ചു ചോദിച്ചോ. അപ്പോൾ ഇതെന്താ സാധനം, ഇതെല്ലാം ഇങ്ങനെ കിട്ടുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ എന്ത് കൊടുത്ത് 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്ത് x = 2 കൊടുത്തപ്പോൾ കിട്ടിയ സാധനമാണ്. അങ്ങനെ ഓരോ വാല്യൂസ് ജസ്റ്റ് ഈ പറഞ്ഞ വാല്യൂസിലൊന്നും ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ബൈ ഹാർട്ടും പഠിക്കണ്ട. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കൺസിഡർ ദി ഗ്രാഫ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വിച്ച് ഓഫ് ദി കറക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് എ ബി സി അതിനെ പറ്റിയല്ല നോക്കുക, കാരണം ഇവിടെ a - b + c അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ എയുടെ വാല്യൂ ദാറ്റ് ഈസ് ഡൗൺവേർഡ് പാരബോള, സോ a ലെസ് ദാൻ 0. ഇനി സിയുടെ വാല്യൂ ഇറ്റ്സ് പോസിറ്റീവ്, റൈറ്റ്. സോ സി ദാറ്റ് ഈസ് പോസിറ്റീവ്. ഇനി ബിയുടെ വാല്യൂ നമുക്കൊരു കാര്യം -b/2 എന്നാൽ ബിയുടെ വാല്യൂ കിട്ടുക, അത് പോസിറ്റീവ് ആണ് എക്സ് ആക്സിൻ്റെ. സോ ഇറ്റ്സ് പോസിറ്റീവ്. ആൻഡ് എ ഈസ് ഓൾസോ നെഗറ്റീവ്, സോ -b ദാറ്റ് ഈസ് ലെസ് ദാൻ 0. സോ ബി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ബി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ആൻഡ് ഡിസ്ക്രിമിനൻ്റ് ഇവിടെ റിയൽ റൂട്ട്സ് ഉള്ളതുകൊണ്ട് ഡിസ്ക്രിമിനൻ്റ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ഇത്രയും ഇൻഫോർമേഷൻസ് ആയി ഇനി കളിക്കാം a - b + c എന്ന രീതിയിൽ. ഓക്കെ, ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഈ a - b + c കണ്ടിട്ട് എന്താ തോന്നുന്നത്, ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഞാൻ -1 എക്സിന് കൊടുത്തപ്പം കിട്ടിയ പോലെ ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു f(-1) എന്ന് ഡിവൈഡ് ബൈ abc. f(-1) ഡിവൈഡ് ബൈ abc ഇസ് ഈക്വൽ ടു 0 ആവുമോ? ശരിയാണ്, f(-1). അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗ്രാഫിൽ നോക്കും, f(-1)ൽ വൈയുടെ വാല്യൂ 0 ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആവുന്നുണ്ട് അല്ലേ. ഞാൻ -1 കൊടുത്തപ്പോൾ 0 ആവുന്നുണ്ട്, ഈ പറഞ്ഞ 0 ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് മോളത്തെ ആൾ 0. സോ കംപ്ലീറ്റ് 0. ദിസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് 9a + 3b + c f(3) പോലെ ഉണ്ടല്ലോ, കണ്ടിട്ട് f(3) പോലെ ഉണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ സാധനത്തിൽ ഞാൻ 3 കൊടുത്താൽ f(3) പോലെ ഉണ്ട്. സോ f(3) ഇൻറ്റു abc. a എന്തെന്നാ നെഗറ്റീവ്, ബി പോസിറ്റീവ്, സി പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഒരു നെഗറ്റീവ് വാല്യൂ ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0. ഇനി f(3) എന്താണെന്ന് അറിയണം. f(3) ഇവിടെ നോക്കി. ഓഹോ, f(3) ഈസ് ആക്ച്വലി 0, കാരണം അവിടെ 0 വരുന്നത്. അതുകൊണ്ട്
ലെസ് ദാൻ ഒരു ഈക്വൽ ടു 0 എന്ന് വേണ്ട, ഇവിടെ ഒരു ലെസ് ദാൻ 0 എന്ന് പറയുന്നുള്ളൂ. ദാറ്റ് മീൻസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഓക്കെ ഫൈൻ. ഇനി a + 3b + 9c എന്നുള്ള സാധനം അതെവിടെ നിന്നിട്ടാണ് ഞാൻ എക്ക് 1/3 എക്സിന് 1/3 കൊടുത്തു കഴിഞ്ഞാൽ 1/3 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബൈ 9 കൂടി വരും. 1/3 നോക്കി നോക്ക്, ഇവിടെ 1/3 ഇതാ, ഇവിടെ ബൈ 9 കൂടി ഉണ്ട്. പക്ഷേ അതില്ലാണ്ട് ഒരു എക്സ്ട്രാ 9, ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ ടേം എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു f(1/3) എന്ന് പറയാൻ പറ്റും. ശരി, ഇനി എ ബി സി എന്താ? എ നെഗറ്റീവ്, ബി സി പോസിറ്റീവ്, ദാറ്റ് മീൻസ് അടിത്താൾ നെഗറ്റീവാണ്. ശരി, ഇനി f(1/3) എ എന്തെന്നാ? 9 ഈസ് ഓൾസോ പോസിറ്റീവ്. f(1/3) എത്ര? 1/3 ഇവിടെയാണ്. ഇറ്റ്സ് പോസിറ്റീവ്, റൈറ്റ്? ഇറ്റ്സ് പോസിറ്റീവ്. സോ ഇയാൾ പോസിറ്റീവ്, ഇയാൾ നെഗറ്റീവ്, അപ്പോൾ കംപ്ലീറ്റ് നെഗറ്റീവ് ആണ്. കറക്റ്റാണ്, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇനി ഡി ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്ക്, അത് ഹോംവർക്ക് ആയിട്ട് തരാം അല്ലേ. ഇനി ക്വസ്റ്റ്യൻ a² ഹാസ് നോട്ട് റിയൽ സൊല്യൂഷൻ. ഓക്കെ, റിയൽ സൊല്യൂഷൻ ഇല്ല പോലും. അപ്പോൾ ദാറ്റ് മീൻസ് d ലെസ് ദാൻ 0 എന്നുള്ള ഇൻഫോർമേഷൻ അവിടെ നിന്ന് കിട്ടി. പിന്നെ a + b + c ദാറ്റ് ഈസ് ലെസ് ദാൻ 0. ദാറ്റ് മീൻസ് f(1), കാരണം ഇത് ഇവിടെ 1 കൊടുത്ത പാസ്സാണ് ഇത്. അപ്പോൾ f(1) ദാറ്റ് ഈസ് ലെസ് ദാൻ 0. സോ f(1) നെഗറ്റീവാ പോലും. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ റിയൽ സൊല്യൂഷൻ ഇല്ല. ഓക്കെ, ഇനി f(1) ഞാൻ ഇപ്പം ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ലൈൻ എന്ന് വെച്ചോ. ഇവിടെ 1-ൽ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ 1-ൽ വാല്യൂ നെഗറ്റീവ്, അത് മാത്രമല്ല ഇനി എക്സ് ആക്സിന് തട്ടുന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇയാൾ ഇങ്ങനെ ആവുക, ഇങ്ങനെ അയക്കാൻ എക്സ് ആക്സിന് തട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല, മനസ്സിലായി. തിരിഞ്ഞിട്ടുള്ള ആളായിരിക്കും അല്ലേ, മേ ബി ഇങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ. കാരണം 1-ൽ ആ ഒരു 1 വരുന്നുണ്ട്, വാല്യൂ വരുന്നുണ്ട്. ഇത്ര 1-ൽ എത്ര വരുന്ന വാല്യൂ? ദാറ്റ് ഈസ് ലെസ് ദാൻ നെഗറ്റീവ്, അത്രേ ഉള്ളൂ, നെഗറ്റീവ് ആണെന്നുള്ളൂ. സോ ഇറ്റ്സ് എ ഡൗൺവേർഡ് പാരബോള എന്ന് കിട്ടി. എനിക്ക് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? 4a - 2b + c ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്താ വാല്യൂ കൊടുക്കുന്നത്? ഈ പറഞ്ഞ ഇക്വേഷനിൽ ഞാൻ എന്താ കൊടുക്കണേ? എക്സിന് ഞാൻ -2, f(-2) ആണ് ഈ പറഞ്ഞ സംഭവം. നമുക്കൊരു കാര്യം അറിയാം, ഇത് ഓൾവേസ് നെഗറ്റീവ് അല്ല, ഏത് എക്സിന് വാല്യൂസ് കൊടുത്താൽ നെഗറ്റീവ് ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി ലെസ് ദാൻ 0 ആണ്. സോ ദിസ് ഇസ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ 0. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് f(-2) ലെസ് ദാൻ 0 എന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം ഇവിടെ ഏത് എക്സിന് വാല്യൂസ് കൊടുത്താൽ നെഗറ്റീവാണ് കാണപ്പെടുന്നത്. സോ ഇറ്റ്സ് നെഗറ്റീവ്, ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്താണെങ്കിൽ നെഗറ്റീവ്, ഏത് എക്സിന് വാല്യൂസ് കൊടുത്താൽ നെഗറ്റീവ്. സോ ദിസ് ഇസ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഞാൻ തന്നെ കുത്തുന്നത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ഇവിടെ നോക്കി നോക്കി 25 ഇങ്ങനെ എഴുതണത്, 25a - 5b + c ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0. ഞാൻ ഒരു എക്സ്ട്രാ നെഗറ്റീവ് കൊടുത്തിട്ട് അങ്ങനെ എഴുതി. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നോക്കി നോക്ക്, എക്സിന് ഞാൻ എന്തോ ഒരു വാല്യൂ കൊടുത്തേ, എക്സിന് എന്തോ വാല്യൂ കൊടുത്തപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയല്ലേ വരുന്നുണ്ട്. മേ ബി എനിക്ക് ഒന്ന് കണ്ടിട്ട് f(5) കൊടുത്തതെന്ന് തോന്നുന്നു. 5 കൊടുത്തു കഴിഞ്ഞാൽ 25 കറക്റ്റാണ്. f(5) അല്ല -5 കൊടുത്തത്. സോ f(-5) കൊടുത്തു കഴിഞ്ഞാലും സ്വാഭാവിക എക്സിന് ഏത് വാല്യൂസ് കൊടുത്തോളം നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവിന് വരുന്നത്. ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. സോ ബി സി ഡി ആണ് ഉത്തരം. ഓക്കെ, ഒരു ഗോൾഡൻ പോയിന്റ് ആണ്. ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ f(a) × f(b) ഏതോ ഒരു എക്സ് കോർഡിനേറ്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ അതേപോലെ മറ്റൊരു ഏതോ ഒരു എക്സ് കോർഡിനേറ്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് സൈനാണെന്നുള്ള കാര്യം മനസ്സിലാവും, റൈറ്റ്? അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് സൈനാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ഇടയിൽ ഡെഫിനറ്റ്ലി ഒരു റൂട്ട് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഇതാണ് ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കിക്കോ, ഒരു പോസിറ്റീവ് വാല്യൂ വിചാരിച്ചോ. ശരി, എന്തോ ഒരു പോസിറ്റീവ് വാല്യൂ. അതേപോലെ ഇത് എ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തോ ഒരു നെഗറ്റീവ് വാല്യൂ വിചാരിച്ചു. കാരണം അവർ രണ്ടാളും മൾട്ടിപ്ലൈ നെഗറ്റീവ് വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് f(a) × f(b) ദാറ്റ് ഷുഡ് ബി നെഗറ്റീവ്. ദാറ്റ് മീൻസ് f(a) ആൻഡ് f(b) ഹാവ് ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് സൈൻസ്. സോ അതാണ് നെഗറ്റീവ് വാല്യൂ. അപ്പോൾ നോക്കി ഓക്കെ, ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായാലും ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇവിടെ തട്ടണം അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എക്സ് എന്ന് പറഞ്ഞ ആക്സസിൽ അടിക്കുന്ന ഈ പറഞ്ഞ എക്സ് കോർഡിനേറ്റ് ആണ് എന്ത് റൂട്ട്സ് അല്ലേ. അതുകൊണ്ട് ഇവർക്ക് എന്തായാലും ഒരു റൂട്ടെങ്കിലും ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്തായാലും ഇവിടെയെങ്കിലും എത്തണം. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സ് ആക്സിസ് തട്ടാണ്ട് പോകാൻ പറ്റില്ല. അല്ലാണ്ട് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ല പോകാൻ പറ്റും. പക്ഷേ ഇവിടെ ബ്രേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി എന്തായാലും അവിടെ തട്ടും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എയും ബിയും തമ്മിൽ എന്തായാലും ഒരു റൂട്ട് ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു റൂട്ടെങ്കിലും ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ഇത് നമുക്ക് വായിച്ചോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ f(x) ടച്ചസ് എക്സ് ആക്സിസ് അറ്റ് എക്സ് ആക്സിസിന് y = 3. ദാറ്റ് മീൻസ് സൊല്യൂഷനാണ്. എക്സ് ആക്സിസ് അറ്റ് 3 എന്ന് പറഞ്ഞ പോയിന്റിൽ തട്ടുന്നുണ്ട് പോലും. ഓക്കെ, ആൻഡ് ക്രോസസ് y ആക്സിസ് അറ്റ് ദെൻ ഫൈൻഡ് f(7). ശരി, അപ്പോൾ ഒന്നാമത് എക്സ് ആക്സിസിനെ ഇങ്ങനെ തട്ടുന്നുണ്ട്, പിന്നെ ക്രോസസ് ഇങ്ങനെ -2 തട്ടുന്നുണ്ട് പോലും ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും മേ ബി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കാരണം 3 തട്ടുന്നത് -2 y ഇൻ്റർസെപ്റ്റ്. f(7) കണ്ടെത്താനാണ് പറയുന്നത്. ഫൈൻ. അപ്പോൾ ടച്ചസ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതിന് ഒരു സൊല്യൂഷനല്ലേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഞാൻ പറയും നമ്മുടെ ഫംഗ്ഷൻ എന്താ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അതെന്ന് പറഞ്ഞാൽ മേ ബി എനിക്ക് അറിയില്ല, ഫസ്റ്റത്തെ എക്സ് അറിയില്ല. ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളതുകൊണ്ട് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഞാൻ ഫാക്ടർ ഫോമിൽ എഴുതാണ്. എന്താ അറിഞ്ഞുകൂടാ. ഓക്കെ ശരി. പിന്നെ ക്രോസസ് വൈ ആക്സിസ് അറ്റ് 0,-2 എന്ന് വെച്ചാൽ ഞാൻ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ -2 വരുന്നുണ്ട് എന്നല്ലേ സ്വാഭാവികമായിട്ടും ആ ഫംഗ്ഷൻ. എക്സിന് 0 കൊടുത്താൽ -2 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അഥവാ എക്സിന് ഇവിടെ കൊടുത്ത് 0, സോ എനിക്ക് കിട്ടും -3 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 9a ദാറ്റ് ഈസ് ഇക്വൽ ടു എത്ര കിട്ടാം -2 കിട്ടണം. സോ എനിക്ക് കിട്ടും എയുടെ വാല്യൂ ദാറ്റ് ഈസ് ഇക്വൽ ടു -2/9. സോ എയുടെ വാല്യൂ -2/9 കിട്ടി. സോ ഞാൻ എയുടെ അവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്ത് -2/9 എന്ന് പറഞ്ഞ വാല്യൂയോട് -2/9. ഇനി അടുത്തവർ ചോദിക്കുന്നത് വെച്ചാൽ ഫൈൻഡ് എഫ് ഓഫ് 7 കൊടുക്കുക. 7 - 3 ദാറ്റ് ഈസ് ഇക്വൽ ടു ഐ കുഡ് സേ 4 square 16. So 16/9 into -2 that is equal to -32/9. ഓക്കെ, ഉത്തരം -32/9 കിട്ടിയിട്ടുണ്ട്. ഇനി ഹൗ ടു ഡ്രോ ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ നടത്തേണ്ടത്? ഫസ്റ്റ് എയുടെ വാല്യൂ നോക്കുക. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അപ്വേർഡ്, എ ലെസ് ദാൻ 0 ആണെങ്കിൽ ഡൗൺവേർഡ്. ഡൺ. അതിനുശേഷം എന്താ നടത്തേണ്ടത്? അതിനുശേഷം നമ്മുടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞ സാധനം, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -b/2a, അതേപോലെ -d/4a, ഈ പറഞ്ഞ പോയിന്റ് കണ്ടെത്താം. ഓക്കെ, അതിനുശേഷം നമ്മളെ y ഇൻ്റർസെപ്റ്റ്, നമ്മളെ c 0,c എന്ന് പറഞ്ഞ പോയിന്റ് അത് കണ്ടെത്താം. അതിവിടെ y ഇൻ്റർസെപ്റ്റ് ഇവിടുന്ന് കിട്ടും. ഈ വേറെ എവിടെയും നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ വരക്കാൻ തുടങ്ങാം. വേണമെങ്കിൽ റൂട്ട്സും കൂടി കണ്ടെത്തിയിട്ട് നമുക്ക് എക്സ് ആക്സിസിന് തട്ടുന്ന ആ ഒരു പോയിൻറ്റ്സിന് നമുക്ക് വാല്യൂസും കൊടുക്കാൻ പറ്റും. സോ നമുക്ക് എക്സാമ്പിൾസിലൂടെ നമുക്ക് നോക്കാം കാര്യങ്ങൾ. അങ്ങനെയാണ് ഇതാ നമുക്ക് ഫസ്റ്റത്തെ x² + x - 12 നോക്കാം. x² + x - 12. ഇവിടെ നമുക്ക് ഒന്നാമത് x - 4ഉം x - 3ഉം ആണ് റൂട്ട്സ് എന്നുള്ള കാര്യം അറിയാം. സോ x = -4ഉം 3 ആണ് റൂട്ട്സ്. ഡയറക്റ്റ് കണ്ടാൽ തിരിയുന്നതാണ്, അതുകൊണ്ട് ഒന്ന് കണ്ടുപിടിച്ചാണ്. നമുക്ക് ക്വാഡ്രാറ്റിക് വരക്കാൻ തുടങ്ങാം. ഫസ്റ്റ് എയുടെ വാല്യൂ പോസിറ്റീവ്, അപ്പം ദിസ് ഇസ് അപ്വേർഡ് പാരബോള എന്നുള്ള കാര്യം കിട്ടി. പിന്നെ 2 പോയിൻറ്റ്സിൽ 4 എന്ന പോയിന്റിലും എന്താണ് റൂട്ട് ഉണ്ട്, -3 എന്ന് പറയുന്ന പോയിന്റിലും റൂട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടുന്ന് കിട്ടി. ഇനി നമുക്ക് വെർട്ടെക്സ് നോക്കാം. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? -b/2 ദാറ്റ് ഈസ് -1/2 വെർട്ടെക്സ്. അതേപോലെ എന്താണ് പിന്നെന്താണ് ഡി അല്ലേ ഡിസ്ക്രിമിനൻ്റ് എത്രയിൻ്റെ? ഇപ്പോൾ 49/4 ആണ് കിട്ടുന്നത് ഡിസ്ക്രിമിനൻ്റ്. -d, അപ്പം -d അല്ല, -49/4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വെർട്ടെക്സ്. ദാറ്റ് മീൻസ് എന്തോ -1/2 എന്നുള്ള പോയിന്റിൽ എത്ര കിട്ടാൻ? അടിയിൽ പോട്ടെ, കുറച്ച് അടിയിൽ പോലെ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ ആയിരിക്കും ഇത്. ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അതാണ് ഈ പോയിന്റ് എത്ര? -49/4. അപ്പം ഇതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരക്കാം. ഇനി ഇങ്ങനെ വരച്ചോളി. ഇത് അത്ര വൃത്തിയൊന്നും ഇല്ല, പക്ഷേ അത് മൈൻഡ് ആക്കണ്ട. ഇങ്ങനെ പോയി കേട്ടോ 1/2. അയ്യോ 1/2 ആക്ച്വലി ഇവിടെ ഉണ്ട് കേട്ടോ പോയിന്റ്. ആ പോയിൻ്റാണ് ഈ പോയിന്റ് കേട്ടോ. ഓ യാ -1/2 അതിൻ്റെ കുഴപ്പം. അത് -1/2 ഇവിടെയാണ് വേണ്ടത്. ഞാൻ എന്ത് പരിപാടി വെച്ച് കാണിച്ചാലേ. -1/2 ഇവിടെ. അപ്പോൾ കറക്റ്റാണ്. ഇതാ ആ ഒരു പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. കറക്റ്റ്. അപ്പോൾ നമുക്ക് ഇനി എന്തൊരു ഇൻഫോർമേഷൻസ് എന്താ ചോദിക്കുന്നത് സാറ്? ഇവിടെ നമുക്ക് എല്ലാം കിട്ടി. വരക്കേണ്ട എല്ലാം ക്വാഡ്രാറ്റിക് വരക്കേണ്ട വരച്ചു കഴിഞ്ഞു. ഇനി റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം -49/4 മുതൽ ഇൻഫിനിറ്റി വരെയാണ് പോകാൻ. പിന്നെ ഓരോ പോയിൻറ്റ്സിലുള്ള റേഞ്ച് ചോദിച്ചാൽ നിങ്ങൾ വളരെ സിമ്പിൾ. -1/3 മുതൽ ഇപ്പം നമ്മൾ -1 നോക്കും. -1 അത് ഏകദേശം ഈ റേഞ്ചിലുണ്ടാവില്ല. -1 മുതൽ 3 വരെയുള്ള റേഞ്ച് എന്ന് പറയുമ്പോൾ 3യിലുള്ള വാല്യൂ അവിടെ ക്വാഡ്രാറ്റിക്കിൽ കൊടുത്തു നോക്കുക. അന്നേരം നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അന്നേരം നമുക്ക് ആ റേഞ്ചും പറയാൻ പറ്റും. അതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ പോയിന്റിൽ ഇപ്പം ഇതാണ് 0 മുതൽ 4 വരെയുള്ള റേഞ്ച് കണ്ടെത്താൻ പറ്റും. അപ്പോൾ 0 ഇവിടെ, 4 ഇവിടെ. 0യിലുള്ള വാല്യൂ എന്തായാലും -1/2നേക്കാളും വലുതായിരിക്കും അല്ലേ 0യിലുള്ള വാല്യൂ. 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ -12 എന്നുള്ള കാര്യം കിട്ടി. അപ്പോൾ -12 മുതൽ ഇനി 4ലേക്കുള്ള വാല്യൂ 4 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 16 + 4 - 12. അപ്പം എത്ര കിട്ടും? -8 + 16. ഓക്കെ ഫൈൻ, 8 കിട്ടും. സോ -12 മുതൽ 8 വരെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ കിട്ടും കാര്യങ്ങൾ. ഓരോ റേഞ്ചിലുള്ള വാല്യൂസും ഇപ്പോൾ ഓരോ റേഞ്ചിലുള്ള വാല്യൂസും ഇങ്ങനെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഗ്രാഫ് വരക്കാൻ, അതായത് ഗ്രാഫ് വരക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ സാർ പറഞ്ഞാൽ ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ എക്സ് ഓരോ വാല്യൂസ് 0 മുതൽ 3 വരെ ഇത് ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റേഞ്ച് കണ്ടെത്താൻ പറയും അല്ല. അത് ഗ്രാഫ് വരക്കാൻ എന്ത് ഞാൻ പറഞ്ഞത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ വാല്യൂ നോക്കുക. അപ്പോൾ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ആണ് നോക്കും. പിന്നെ വെർട്ടെക്സ് വരക്കുക. പിന്നെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ റൂട്ട്സ് കണ്ടുപിടിച്ചോളി. ആ റൂട്ട്സും കൂടി കണ്ടെത്താം. പിന്നെ എന്താ വേണ്ടത്? പിന്നെ വരച്ചോളി, അത്ര തന്നെ. പിന്നെ സിയുടെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ -4 അത് അവിടെ കൊടുക്കാം കറക്റ്റായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിനി റേഞ്ച് കണ്ടെത്തേണ്ട സാർ ഒരു മെത്തേഡ് ഉണ്ട്. സാറിൻ്റെ മെത്തേഡാണ് ഇറ്റ്സ് ഗോള മെത്തേഡ് എന്നാണ് അതിന് പേര്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ x ബിലോങ്സ് ടു 2 മുതൽ 3 വരാൻ 2x എവിടെ മുതലായിരിക്കും? 2 കൊണ്ട് ഇവിടെ 4 × 4 ×
2x അല്ലേ, അപ്പോൾ 4 × 6, 4 മുതൽ 6 വരെ അല്ലേ. ഇനി 6x + 3 ആണെങ്കിലോ, x 2 മുതൽ 3 വരെ ആണെങ്കിൽ 6x + 3 എവിടെ മുതൽ എവിടെ വരെ വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 12 മുതൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ 18 വരെ, എന്നിട്ട് ആഡ് ചെയ്യുക 3 ഉണ്ട്. അപ്പോൾ എത്ര 15 മുതൽ എത്ര കിട്ടും, 21 മുതൽ, അങ്ങനെ നമുക്ക് കിട്ടും. റൈറ്റ്. ഇനി അടുത്ത 1 / x + 3 ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, x +3 ആഡ് ചെയ്യുക. 1x + 3 എവിടെ മുതൽ എവിടെ വരെ, x + 3 ആഡ് ചെയ്ത് ദാറ്റ് ഈസ് 5 + 3 ആഡ് ചെയ്യുക 6. ഇതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലേ 1 ഡിവൈഡ് റെസിപ്രോക്കൽ എടുക്കുക. അപ്പം 1/5 മുതൽ 1/6 എന്ന് പറഞ്ഞാൽ തെറ്റി, കാരണം എന്താ 1/6 ആണ് ചെറുത്, അതുകൊണ്ട് 1/6 മുതൽ 1/5 എന്ന രീതിയിൽ പറയണം. ഓക്കെ, അതും കഴിഞ്ഞ്. ഇനി അടുത്ത 5 - 2x. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, -2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ചങ്ങനെ -2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് -6. അതേപോലെ -4 ഞാൻ ആ രീതിയിൽ തന്നെ തലയിൽ ചെയ്ത്, കാരണം -6 ആണ് ചെറുത്. അതിനുശേഷം എന്ത് ചെയ്യുക, 5 കൊണ്ട് ആഡ് ചെയ്യാൻ, അല്ലേ 5 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 5 ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടും 1 കിട്ടും. ഇവിടെ 5 ആഡ് ചെയ്തതിന് എത്ര കിട്ടും, 5 ആഡ് ചെയ്താൽ -1, ഇവിടെ 1. ഓക്കെ, -1 മുതൽ 1 വരെ എന്ന രീതിയിൽ കിട്ടും. കറക്റ്റ് അല്ലേ, കറക്റ്റാണ്. ഇനി x² എന്ന രീതിയിൽ വരുമ്പോൾ നോർമലായിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇടയിൽ 0 എന്ന് പറയുന്ന വാല്യൂ വരാത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് 4 മുതൽ 9 വരെ എന്ന് പറയാൻ പറ്റും. പിന്നെ +7 ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ, +7 ചെയ്യുന്നുണ്ടെങ്കിൽ +7 ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 11 +7 ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് 16 എന്ന രീതിയിൽ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക, ഒരു 0 വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം സ്ക്വയർ ചെയ്യുമ്പോൾ. അതുപോലെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, 0 വന്നതിന് കുഴപ്പമില്ല. പക്ഷേ സ്ക്വയർ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയിൽ സ്ക്വയർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടെ എക്സാമ്പിൾ എന്താ, x belongs to -2 മുതൽ 3 വരെ, ഡെഫിനറ്റ്ലി ഇടയിൽ 0 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാം ഫൈൻഡ് ദ റേഞ്ച് ഓഫ് 2x - 3. 2x - 3 ഞാൻ പറഞ്ഞു, ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ 0 അല്ല സ്ക്വയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദാറ്റ് ഈസ് ഐ കുഡ് സേ -4 മുതൽ 6 വരെ. എന്നിട്ടോ -3 ആഡ് ചെയ്യും, -3 ആഡ് ചെയ്യും, ദാറ്റ് ഈസ് -7 മുതൽ 3 വരെ. ഓക്കെ, കിട്ടി. ഓക്കെ, ഇവിടെ ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് ആണ്. ഇനി അടുത്ത ഫൈൻഡ് ദ റേഞ്ച് ഓഫ് x². x² ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചു നോക്ക്, ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്ക്. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 4 മുതൽ 9 വരെ. പക്ഷേ നോക്കി നോക്ക്, ഈ പറഞ്ഞ ഇടയിലുള്ള വാല്യൂസിൽ 0 വരുന്നുണ്ട്. 0² 0, അപ്പോൾ 0 ഇൻക്ലൂഡഡ് ആണ് ഈ പറഞ്ഞ ഇൻ്റർവെൽ. അതുകൊണ്ട് ഈ രീതിയിലുള്ള മെത്തേഡ് കംപ്ലീറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് ചെയ്യും -2 മുതൽ 0 വരെ. ആ 0ൻ്റെ ഭാഗത്തുനിന്ന് ബ്രേക്ക് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ അടുത്തത് 0 മുതൽ 3 വരെ ചെയ്യും. എന്നിട്ട് 0 വരെ 3 വരെയുള്ള നമ്മൾ സ്ക്വയർ ചെയ്യും. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ 0 ഇല്ലല്ലോ, 0 തറ്റത്തില്ലല്ലോ, 0 നടുക്കുണ്ടെങ്കിലേ പ്രോബ്ലം. അത് നോർമലായിട്ട് ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4 0 ഇങ്ങനെ എഴുതാൻ പറ്റും, ഇല്ല തിരിച്ചെഴുതണം, കാരണം 0 ആണ് ചെറുത്. 0 മുതൽ 4 വരെ കിട്ടും. അടുത്ത ഇയാളെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0 മുതൽ 9 വരെ കിട്ടും. ഇത് രണ്ടും എന്ത് ചെയ്യുക, പിടിച്ച് യൂണിയൻ ചെയ്യുക, അതാണ് പരിപാടി. അന്നേരം ലാസ്റ്റത്തെ ഈ പല റേഞ്ചിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ റേഞ്ച് കിട്ടും. ദാറ്റ് ഈസ് 0 മുതൽ 9 വരെ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ രണ്ടിനും പിടിച്ചിട്ട് എന്നിട്ട് 0 മുതൽ ഏറ്റവും വലിയൊരുത്തൻ്റെ വാല്യൂ കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇനി അടുത്ത 1/x ചെയ്യുന്ന സമയത്ത് എന്താണ്, -2 മുതൽ 3 വരെയാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 1/x ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് 0 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും മീൻസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. പിന്നെന്താ, യൂണിയൻ 0 മുതൽ 3 വരെ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും, 1/x ചെയ്യുക. 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവരുടെ ഡൗട്ട് ഉണ്ടാവും അല്ലേ, 1/x 0ൻ്റെ അടുത്തേക്കുള്ള വാല്യൂ, 0ൻ്റെ അടുത്തേക്കുള്ള വാല്യൂ ഞാൻ 0 ചെയ്യുമ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. റൈറ്റ് അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കല്ല, 0 നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 0ൻ്റെ ബാക്കോട്ടേക്കുള്ള വാല്യൂ ദാറ്റ് ഇസ് ചെറിയൊരു നെഗറ്റീവ് വാല്യൂ. ഞാൻ 1 ചെറിയൊരു നെഗറ്റീവ് വാല്യൂ ദാറ്റ് ഇസ് -ഇൻഫിനിറ്റി. സോ ഐ കുഡ് സേ ദാറ്റ് -ഇൻഫിനിറ്റി മുതൽ -1/2 വരെ എന്ന രീതിയിൽ പറയാം. ഓക്കെ, യൂണിയൻ ഇവിടെ ആണെങ്കിലോ ഇൻഫിനിറ്റി അല്ലേ, 1/0 പ്ലസ് ആയിരിക്കും, 0 ഇങ്ങോട്ടേക്ക് 0 പ്ലസ്. സോ 1/∞. സോ 1/3 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് നമുക്ക് പറയാം. 1/3 ഇൻക്ലൂഡഡ് അല്ല, അത് ഓൾറെഡി കൊടുത്തിനാണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടാം. ഓക്കെ, അപ്പോൾ ഇനി x² ചെയ്യുക, +3 ചെയ്യുക, 1/, ചെയ്യുക, വളരെ സിമ്പിളാണ്. ഇതേ പരിപാടി തന്നെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇയാളുടെ x belongs to R ആണെങ്കിൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യാണ്ട് വെച്ചാൽ -d/4 ചെയ്യുക. പിന്നെ a അപ്വേർഡ് പരാബോള ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് എന്താണ് -d/4 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ വാല്യൂ എന്ന് പറയാൻ പറ്റും. അപ്വേർഡ് പരാബോള ഇങ്ങനെയല്ല, അപ്പം -d മുതൽ 4 ആയിരിക്കും ഇൻഫിനിറ്റി. റൈറ്റ്, അത് ചെയ്യാം. പിന്നെ x belongs to 0 മുതൽ 3 വരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫംഗ്ഷനെ ഒറ്റ ഫംഗ്ഷൻ്റെ ടേംസിലേക്ക് എഴുതണം. അല്ലാണ്ട് കുറേ x ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗോള മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ x ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒറ്റ x ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വെച്ചാൽ x² -3x പ്ലസ് ഇതിൻ്റെ പകുതിൻ്റെ കോഫിഷ്യൻ, ദാറ്റ് മീൻസ് 9 ഇങ്ങനെ പറയാം, ഇങ്ങനെ എഴുതാം 3/2 ഹോൾ സ്ക്വയർ മൈനസ് ഇത് ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് മൈനസ് ചെയ്യണം. സോ 9/4 -4. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും x -3/2
ഹോൾ സ്ക്വയർ മൈനസ് 9 മൈനസ് ഒരു കാര്യം ചെയ്യാം, മൈനസ് ഇവിടെ 2 പ്രാവശ്യം വരുന്നതുകൊണ്ട് മൈനസ് കോമൺ എടുക്കാം. എന്നിട്ടോ 9 പ്ലസ് 16/4 എന്ന രീതിയിൽ വരും. സോ എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ മൈനസ് എത്രയാണ് 25/4 എന്ന രീതിയിൽ വരും. ശരി, കറക്റ്റ്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എക്സ് എവിടെ മുതലാണ് 0 മുതൽ 3 വരെയാണ് പോകുന്നത്. എക്സ് 0 മുതൽ 3 വരെയാണ് പോകുന്നത്. അപ്പോൾ എക്സ് നിന്ന് -3/2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാൻ? സ്വാഭാവികമായിട്ട് -3/2 രണ്ട് ഭാഗത്തൊന്നും ചെയ്യാം. സോ 3 - 3/2 എത്ര കിട്ടാൻ? ദാറ്റ് ഈസ് 6/2. സോ 6 - 3/2 ദാറ്റ് ഈസ് 3/2 അഗെയിൻ. സോ 3/2 ഈ റേഞ്ചിൽ വരും. ഇനി ഇതിൻ്റെ ഇടയിൽ 0 വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി സ്ക്വയർ ആണ് അടുത്ത സ്ക്വയർ. 3/2 ചെയ്ത് ഇനി സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിനെ അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ അടുത്ത് എന്താ പോകാൻ? ഇതിൻ്റെ ഇടയിൽ 0 വരുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അതേപോലെ യൂണിയൻ 0 മുതൽ 3/2 വരെ ബ്രേക്ക് ചെയ്യണം, അല്ലാണ്ട് സ്ക്വയർ ചെയ്തതിന് പണി പാളും. അപ്പോൾ എന്ത് ഇവനെ പിടിച്ച സ്ക്വയർ ദാറ്റ് ഈസ് ഐ കുഡ് സേ 9/4 0 മുതൽ ആൻഡ് യൂണിയൻ അഗെയിൻ 9/4 ഇവിടെ മുതൽ 0 മുതൽ. ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടുക 0 മുതൽ യൂണിയൻ ചെയ്ത് 0 മുതൽ 9/4 കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഒരു -25/4 മൈനസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ -25/4 ഇവിടെ വരും. പിന്നെ 9 - 25/4 എത്രയാണ്? ദാറ്റ് ഈസ് 36 - 25 എത്ര വരും? ദാറ്റ് ഈസ് 1. സോ ഐ കുഡ് സേ 11/4 എന്ന രീതിയിൽ വരും. ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത് മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നത് മിസ്റ്റേക്ക് എന്ന്. ഇവിടെ 9/4 അല്ലേ ബ്രോ? ഇപ്പം 9/4 എന്നല്ലേ കുറക്കേണ്ടത്. അപ്പോൾ 9/4 -25/4 ചെയ്താൽ ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് എനിവേസ് മെത്തേഡ് കിട്ടിയില്ല. ഇവിടെ നേരത്തെ മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയില്ല. 2/3 ഓക്കെ ശരി, ഇങ്ങനെ ചെയ്താൽ മതി, അന്നേരം ഉത്തരം കിട്ടിക്കോളും. ഓക്കെ.